അലക്കിയിട്ട സന്യാസ വസ്ത്രത്തിനുള്ളിൽ കൂടുവെച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ആ കുരുന്ന് പക്ഷി കുടുംബം ഒടുവിൽ പുതിയ ആകാശങ്ങൾ തേടി പറന്നുയർന്നു. കോട്ടയം തെള്ളകത്തുള്ള കപ്പുച്ചിൻ വിദ്യാഭവനാശ്രമത്തിലെ വൈദികനായ ഫാദർ ജിനു മാന്തിയലിന്റെ വസ്ത്രത്തിൽ കൂടുകൂട്ടിയിരുന്ന 3 ബുൾബുൾ കുഞ്ഞുങ്ങളാണ് ആദ്യമായി ചിറകടിച്ചുയർന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിന്റെ ഈ മനോഹരമായ പര്യവസാനം ആശ്രമവാസികളിൽ ഒരേ സമയം സന്തോഷവും കൊച്ചുവേദനയും സമ്മാനിക്കുന്നതായി. ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പാണ് കൗതുകമുണർത്തിയ ഈ സംഭവങ്ങളുടെ തുടക്കം. ഫാദർ ജിനു തന്റെ സന്യാസ വസ്ത്രം അലക്കി ഹാങ്ങറിലിട്ട് ഉണക്കാൻ വെച്ച ശേഷം ഒരാഴ്ചത്തെ ആവശ്യത്തിനായി പുറത്തുപോയിരുന്നു. തിരികെ മുറിയിലെത്തി നോക്കിയപ്പോഴാണ് വസ്ത്രത്തിന്റെ മുകൾ ഭാഗത്ത് ബുൾബുൾ പക്ഷി സുരക്ഷിതമായി കൂടുകൂട്ടിയിരിക്കുന്നത് കണ്ടത്. തുടർന്ന് ആ വസ്ത്രം അവിടെ നിന്ന് മാറ്റാതെ പക്ഷിയെ സംരക്ഷിക്കാൻ ആശ്രമത്തിലെ വൈദികരും ബ്രദർമാരും തീരുമാനിക്കുകയായിരുന്നു. ആളുകൾ അടുത്തുണ്ടെങ്കിൽ പോലും പക്ഷി വന്ന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാറുണ്ടായിരുന്നുവെന്ന് ആശ്രമത്തിലെ ബ്രദർ റോബിൻ ജോസഫ് അനുസ്മരിച്ചു. അങ്ങോട്ട് അധികം ആളുകൾ പോകാതെയും വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാതെയും പക്ഷികൾക്കായി ശാന്തമായ അന്തരീക്ഷമാണ് ആശ്രമത്തിൽ ഒരുക്കിയിരുന്നത്. ജൂൺ 19 രാവിലെയാണ് 3 കുഞ്ഞുങ്ങളും പൂർണ്ണ ആരോഗ്യത്തോടെ തങ്ങളുടെ ആദ്യ പറക്കൽ നടത്തിയത്. കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി വളർന്ന് പറന്നുയർന്നതിൽ ഏറെ സന്തോഷമുണ്ടെങ്കിലും അവയുടെ വേർപാട് തന്റെ കണ്ണുകളെ ഇറനണിയിച്ചുവെന്ന് ഫാദർ ജിനു മാന്തിയൽ തന്റെ ഡയറിയിൽ കുറിച്ചു. അച്ഛന്റെ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഇന്ന് എന്റെ ചെറിയ ബുൾബുൾ കുഞ്ഞുങ്ങൾ ആദ്യമായി കൂടുവിട്ട് പറന്നു. ഏതാനും ആഴ്ചകൾ മുമ്പ് ഒരു ഫ്രാൻസിസ്കൻ വസ്ത്രത്തിന്മേൽ പണിത ചെറിയ കൂട് ഒരു സാധാരണ പ്രകൃതി സംഭവമായി തോന്നിയിരുന്നു. ഇന്ന് അവ പറന്നുയരുമ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം അവ ആരോഗ്യത്തോടെയും ശക്തിയോടെയും വളർന്നു. എന്നാൽ അതേസമയം എന്റെ കണ്ണുകൾ നിറഞ്ഞു. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരഞ്ഞു. എന്തുകൊണ്ടെന്നാൽ സ്നേഹിക്കുന്നവരെ വിടുന്നത് എപ്പോഴും ഹൃദയത്തിന് വേദനയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പക്ഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തോന്നുന്നെങ്കിൽ സ്വന്തം മക്കളെ പഠനത്തിനോ ജോലിക്കോ ജീവിതത്തിന്റെ പുതിയ വഴികളിലേക്കോ അയക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ഹൃദയവേദന എത്ര ആഴമുള്ളതായിരിക്കും. സ്നേഹത്തിന്റെ സ്വഭാവം പിടിച്ചുവെക്കുകയല്ല, വളർത്തുകയും പിന്നീട് സ്വതന്ത്രരായി പറക്കാൻ അനുവദിക്കുകയുമാണ്. കൂട് ഇന്ന് ശൂന്യമാണ്, എന്നാൽ എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. കാരണം ദൈവം എനിക്ക് ഒരു അപൂർവ അനുഗ്രഹം നൽകി, ജീവിതത്തിന്റെ അത്ഭുതം അടുത്തു നിന്ന് കാണാനുള്ള അവസരം. അവയുടെ ആദ്യ പറക്കലിനെ ഞാൻ സാക്ഷിയായി. അതിനേക്കാൾ വലിയ സമ്മാനം എന്തുണ്ട്? സ്നേഹത്തിന്റെ യഥാർത്ഥ ഫലം സ്വന്തമാക്കലല്ല, സ്വാതന്ത്ര്യമാണ്. ഇന്ന് ആ 3 കുഞ്ഞുങ്ങൾ ആകാശത്തിലേക്ക് പറന്നപ്പോൾ എന്റെ ഹൃദയവും ഒരു പുതിയ പാഠം പഠിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവരെ എന്നും കൈകളിൽ സൂക്ഷിക്കാനല്ല, അവരുടെ ചിറകുകൾ ശക്തമാകുന്നതുവരെ കരുതലോടെ കാത്തു സൂക്ഷിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഇന്ന് ഞാൻ കൂടിനരികിൽ നിൽക്കുമ്പോൾ അത് ശൂന്യമായിരുന്നു, എന്നാൽ അതിൽ ശൂന്യതയില്ലായിരുന്നു. അവിടെ വളർന്ന ജീവിതത്തിന്റെ ഓർമ്മകളും സ്നേഹത്തിന്റെ പാഠങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യവും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഒരു അപൂർവ നിമിഷത്തിനെ സാക്ഷിയാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇപ്പോൾ തെള്ളകത്തെ കപ്പുച്ചിൻ ആശ്രമം. സ്നേഹത്തിന്റെ യഥാർത്ഥ ഫലം സ്വന്തമാക്കലല്ല, സ്വാതന്ത്ര്യമാണെന്ന വലിയൊരു ജീവിത പാഠമാണ് ഈ കുരുന്ന് പക്ഷികൾ തങ്ങളെ പഠിപ്പിച്ചതെന്ന് വൈദികർ പറയുന്നു. കൂടിപ്പോൾ ശൂന്യമാണെങ്കിലും അവിടെ വളർന്ന ജീവിതത്തിന്റെ ഓർമ്മകളും സ്നേഹത്തിന്റെ പാഠങ്ങളും ആശ്രമമുറിയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു.